ഹായ് ഹലോ സിമ്പിളായിട്ടുള്ളൊരു കുക്കർ മന്തി റെസിപ്പി നോക്കിയാലോ. ഫസ്റ്റ് സ്പൈസസ് ഒക്കെ എടുക്കുക. കറുവപ്പട്ട, ഗ്രാമ്പു, കുരുമുളക്, പെരിഞ്ചീരകം, ഏലക്ക, ബേ ലീഫ്, ഒരു ഡ്രൈ ലെമൺ. അത് റൈസ് ഇടാനുള്ള വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് അരി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്തത് 1 കിലോയുടെ കൊള്ളസില റൈസാണ്. 1 കിലോ റൈസ് 5 ലിറ്ററിൻ്റെ 2 കുക്കറിലായിട്ട് വെക്കാം. റൈസ് വേകുന്ന ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ സെറ്റാക്കാം. അതിന് ഫസ്റ്റ് സ്പൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കളറിന് വേണ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് മസാല പിടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം. ചിക്കൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുള്ളതെല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ എടുക്കുക. അതിലോട്ട് ചിക്കൻ്റെ ഈ മിക്സ് അങ്ങോട്ട് മാറ്റുക. 2 കുക്കറാണ് എടുത്തിട്ടുള്ളത്. 2 കുക്കറിലായിട്ട് വെക്കുക. 1 കിലോ റൈസ് 2 കുക്കറിലായിട്ട് വെക്കുക. ഇതിലോട്ട് ഒരു മാഗി ക്യൂബും ഒരു പാക്കറ്റിൽ 2 ക്യൂബ് കിട്ടും. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. റൈസ് നമുക്ക് ഹാഫ് വേവ് നിർത്തിയെടുക്കാവുന്ന. ഹാഫ് വേവ് ആകുമ്പോൾ കോരിയെടുക്കുക. റൈസ് എല്ലാം ഇട്ട് കഴിയുമ്പം മുകളിലായി കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് 3-4 പച്ചമുളക് കുത്തി കൊടുക്കാം. ചെറിയൊരു സ്മോക്ക് കൂടെ കൊടുക്കാം. സ്മോക്ക് കൊടുത്ത് കുക്കർ അടച്ചൊരു 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു വിസിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് 20 മിനിറ്റ് കുക്കർ തുറക്കാതെ അങ്ങനെ തന്നെ വെക്കണം. 20 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കാൻ മന്തി റെഡി. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മന്തി റെസിപ്പിയാണ്. അടിപൊളി സാധനമാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ